ഹലോ ഫ്രണ്ട്സ്, മഹാലക്ഷ്മിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കണ്ണനെ മാർക്കോയുടെ ഒരു നല്ല ഇടപെടൽ കൊണ്ട് കണ്ണൻ ഒരു വലിയ അപകടത്തിൽ നിന്ന് തന്നെ രക്ഷപ്പെട്ടു കഴിഞ്ഞു. അങ്ങനെ കണ്ണൻ്റെ വിരലുകൾക്ക് ചലനശേഷി തിരിച്ചു വരികയാണ്. ഇതൊരു വളരെ സന്തോഷമുള്ള നിമിഷമാണ് വൈദ്യനും അതുപോലെ എല്ലാവർക്കും. അങ്ങനെ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട്, ഇനി എന്തായാലും അധികം താമസിയാതെ തന്നെ കണ്ണൻ എണീറ്റ് നടക്കുമെന്നുള്ള സന്തോഷ വാർത്ത തോമസ് വൈദ്യർ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന മഹാലക്ഷ്മിക്ക് വളരെയേറെ സന്തോഷമാവുകയാണ്. അതേസമയം തന്നെ മേഘനാഥൻ എല്ലാ കാര്യങ്ങളും അറിയാനിടയാകുകയാണ്. കണ്ണനെ കൊല്ലാൻ ശ്രമിച്ചത് പരാജയപ്പെട്ടതും കണ്ണനെ അതേസമയം അവിടെ വന്ന് ഒരു ചെറുപ്പക്കാരൻ രക്ഷപ്പെടുത്തി എന്നുള്ള കാര്യവും മേഘനാഥൻ അറിയുന്നു. മേഘനാഥൻ പറയുന്നുണ്ട്, കണ്ണനെ എപ്പോഴെല്ലാം കൊല്ലാൻ ശ്രമിച്ചപ്പോഴും അവിടെ എപ്പോഴെങ്കിലും ആരെങ്കിലുമൊക്കെ വന്ന് അയാളെ രക്ഷിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും ഇയാൾക്ക് മരിക്കാനുള്ള സമയമായിട്ടില്ല എന്നെല്ലാം മേഘൻ എല്ലാവരോടായിട്ട് പറയുന്നുണ്ട്. ഇനി എന്തായാലും എനിക്കും മഞ്ജുവിനും സ്വസ്ഥമായിട്ടൊരു ജീവിതം ഉണ്ടാവാൻ പോണില്ല എന്നെല്ലാം മേഘൻ മനസ്സിലാക്കുകയാണ്. അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും തിരികെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ കണ്ണൻ എല്ലാവരോടായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്കെല്ലാം അറിയുന്ന കാര്യം തന്നെയാണ്, എന്തായാലും ഞാനൊന്നും കൂടെ പറയാം. നിങ്ങൾ എന്നെ കൊല്ലാൻ ഏർപ്പാടാക്കിയ ആളെ നല്ല പരുവത്തിൽ അടിച്ച് പഞ്ചറാക്കി വിട്ടിട്ടുണ്ട് എന്നെല്ലാം പറയുമ്പോൾ എല്ലാവരും അതിശയത്തോട് നോക്കി നിന്നിട്ട് ഉണ്ണി പ്രതികരിക്കുന്നുണ്ട് കണ്ണനോട്. കണ്ണേട്ടന് ഇതെന്താ പറയുന്നത്, ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. കണ്ണേട്ടനായിട്ട് ഒരുപാട് വാക്കുതർക്കങ്ങളും സ്വരച്ചേർച്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും കണ്ണേട്ടനെ കൊല്ലാനുള്ള ഇതൊന്നും എനിക്കുള്ള ധൈര്യമില്ല, ചങ്കുറപ്പൊന്നും എനിക്കില്ല എന്ന് പറയുമ്പോൾ കണ്ണൻ പറയുന്നു, ചങ്കുറപ്പുണ്ടെങ്കിൽ നീ എന്നെ കൊല്ലുമായിരുന്നല്ലേ എന്നെല്ലാം പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഉണ്ണി പറയുന്നുണ്ട്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയല്ലേ കണ്ണേട്ട എന്ന് പറയുന്നു. പിന്നീടാണെങ്കിൽ ദുർഗ പറയുന്നുണ്ട്, മഞ്ജുവും അതുപോലെ മേഘനും കൂടെ സ്വർണ്ണക്കടയിൽ വന്നിട്ട് അവിടെ നിന്ന് അപമാനിച്ചല്ലേ അവരെ പറഞ്ഞയച്ചതെന്ന് പറയുമ്പോൾ അതിനുള്ള കാരണവും കണ്ണൻ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു, മേഘനാഥനെ കല്യാണം കഴിക്കാൻ എനിക്ക് താല്പര്യമില്ല, അത് നീ വേണ്ടാന്ന് വെച്ചാൽ തന്നെ നിനക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഞാൻ നിനക്ക് തരുമെന്ന് പറഞ്ഞിട്ടും അവളുടെ വാശിയിൽ തന്നെ തുടരുകയില്ല. അപ്പോൾ അവൾക്ക് വാശിയുണ്ടെങ്കിൽ എനിക്കും എന്താ വാശി എടുത്താലെന്നെല്ലാം കണ്ണൻ ദുർഗയോടായിട്ട് പറയുന്നുണ്ട്. തോമസ് വൈദ്യരുടെ അടുത്ത് പോയിട്ടും എനിക്കൊരു സമാധാനത്തോടെ ചികിത്സ നടത്താൻ പറ്റിയില്ല, അവിടെയും എന്നെ കൊല്ലാനായിട്ട് നിങ്ങളെല്ലാവരും ആൾക്കാരെ ഏർപ്പാടാക്കിയില്ലേ എന്നെല്ലാം കണ്ണൻ പറയുകയാണ്. കണ്ണൻ പറയുന്നുണ്ട്, ഇതിന് പിന്നിൽ ആരാണോ പ്രവർത്തിച്ചത് ഇനി ഞാൻ വെറുതെ ഇരിക്കില്ല, ഞാനത് കണ്ടെത്തി അതിനുള്ള തക്കതായ ശിക്ഷ നൽകുകയും ചെയ്യുമെന്ന് കണ്ണൻ പറയുന്നു. ഇനി എനിക്ക് മുന്നോട്ടുള്ള ജീവിതത്തിനും എനിക്ക് ഭീഷണി ഉണ്ടെന്ന് എനിക്കറിയാം, എന്തായാലും എല്ലാത്തിനും ഞാനൊരു പരിഹാരം ഉണ്ടാക്കുക തന്നെ ചെയ്യുമെന്ന് കണ്ണൻ പറയുകയാണ്. പിന്നീടാണെങ്കിൽ കരുണയ്ക്കാണെങ്കിൽ വളരെയേറെ ദേഷ്യമായിരിക്കുകയാണ് ഇവരുടെ തിരിച്ചുവരവ്. കരുണയാണെങ്കിൽ മഹാലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട്, വലിയ സന്തോഷത്തിലാണല്ലേ? അതെ, ഞാൻ സന്തോഷത്തിലാണ്, അതിന് നിനക്ക് എന്താന്ന് മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട്. അപ്പോൾ കരുണ പറയുന്നുണ്ട്, ഞാൻ നിൻ്റെ ഭർത്താവ് തിരിച്ച് ആംബുലൻസിലേക്ക് ഇങ്ങോട്ട് വരുള്ളൂ എന്ന് ആ കാഴ്ച കാണാൻ വേണ്ടി ഞാനിവിടെ വന്ന് നിൽക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ മഹാലക്ഷ്മിക്ക് വളരെ ദേഷ്യമാവുകയാണ്. മഹാലക്ഷ്മി പറയുന്നുണ്ട്, നിനക്ക് എപ്പോഴും എൻ്റെ കണ്ണേട്ടനെ കുറ്റപ്പെടുത്തി സംസാരിക്കാനേ അറിയുള്ളൂ, നിനക്കും ഒരു ഭർത്താവുള്ള കാര്യം നീ മറക്കണ്ട, അദ്ദേഹത്തിനൊന്നും വരാതിരിക്കാൻ പോയി ദൈവത്തിനോട് നീ പ്രാർത്ഥിക്കുന്നെല്ലാം കരുണയോട് പറയുമ്പോൾ കരുണയാണെങ്കിൽ മഹാലക്ഷ്മിനെ ഒന്ന് കരുണ നോക്കി അടിക്കാൻ ശ്രമിക്കുന്നു. മഹാലക്ഷ്മിയെ കൈ കയറി പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. മഹാലക്ഷ്മി പറയുന്നുണ്ട്, നിനക്കറിയാമോ, ഈ വീടും ഈ സ്വത്തുക്കളെല്ലാം എൻ്റെ കണ്ണേട്ടൻ്റെതാണ്, ഇതൊരിക്കൽ നിന്നോട് പറഞ്ഞപ്പോഴാണ് നീ ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ ശ്രമിച്ചത്, ഞങ്ങളില്ലാത്ത സമയം നോക്കി വലിഞ്ഞു കയറി വന്നത് നീയല്ലേ എന്നെല്ലാം മഹാലക്ഷ്മി പറയുന്നു. നിനക്ക് എന്ത് അവകാശമാണ് ഈ വീട്ടിലുള്ളതെന്നെല്ലാം ചോദിക്കുന്നു. ഇതെല്ലാം കേൾക്കുന്ന കരുണയാണെങ്കിൽ നാണം കെട്ട് തല കുനിച്ച് നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുകയാണ്. ഞങ്ങളുടെ വീട്ടിൽ കിടന്നിട്ട് എൻ്റെ ഭർത്താവിൻ്റെ ചിലവിൽ നിങ്ങൾ കഴിഞ്ഞിട്ട് എന്നെയും എൻ്റെ ഭർത്താവിനെ നിങ്ങൾ ഭരിക്കാനായിട്ട് വരുന്നോന്നെല്ലാം മഹാലക്ഷ്മി ചോദിക്കുന്നു. പക്ഷേ ഇതുവരെ മഹാലക്ഷ്മി അങ്ങനത്തെ ഒരു ചോദ്യങ്ങളൊന്നും ചോദിച്ചിട്ടിരുന്നില്ല, ഇപ്പോൾ അതൊക്കെ ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ പറയുന്നുണ്ട്, എന്തായാലും എന്നെ കണ്ണേട്ടനെ കൊല്ലാൻ ശ്രമിച്ചത് വേറെ ആരുമില്ല, നിൻ്റെ അച്ഛൻ തന്നെ ഏർപ്പാടാക്കിയ ഗുണ്ട തന്നെയായിരിക്കുമെന്ന് മഹാലക്ഷ്മി എടുത്തു പറയുന്നു. ആരെ ഞാൻ വെറുതെ വിടില്ല, എല്ലാവർക്കും ഞാൻ അതിൻ്റെതായ ശിക്ഷകൾ വാങ്ങിച്ചു കൊടുക്കുമെന്ന് മഹാലക്ഷ്മി പറയുന്നുണ്ട്. ഇതെല്ലാം കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.